ഹലോ. നമ്മൾ ഈ ഓടിപ്പാഞ്ഞ് എങ്ങോട്ടാ പോണേന്ന് മനസ്സിലായോ? വേറെങ്ങുമല്ല, കൊച്ചിയുടെ സ്വന്തം ബ്രോഡ്വേയിൽ കണ്ടാവും ഇഷ്ടം പോലെ ക്ലോത്ത്. എന്ത് വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് പോരെ. ഇഷ്ടം പോലെ ഷർട്ടും ടീഷർട്ടും എന്തൊക്കെ വേണമല്ലോ. പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓടിപ്പോകുന്നു. പക്ഷെ നമ്മൾ അതിനൊന്നും അല്ല പോണം. നമ്മുടെ ഓണം കളക്ഷൻ്റെ കുറച്ച് ഫാബ്രിക് കളക്ട് ചെയ്യാനോട് നമ്മൾ നേരെ ആദ്യം പോകുന്ന വേറെങ്ങുമല്ല, രാധാകൃഷ്ണയിലാട്ടോ. പോകുന്ന വഴി തന്നെ ഒരു അപ്പാപ്പനെ കണ്ടു. അപ്പോൾ പിന്നെ ഋഷിക്കുട്ടിന് സോക്സ് വേണമെന്നായി. പിന്നെ സോക്സൊക്കെ വാങ്ങിച്ച് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് കണ്ടു. ഇഷ്ടമായി, ആളിന് ഭയങ്കര ഇഷ്ടമായി. നേരെ ബൈ ബൈ പറഞ്ഞ് നേരെ പോണ രാധാകൃഷ്ണയിലോട്ടോ കേട്ടോ. അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, അയ്യോ ഓണം കളക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നല്ലേ വെച്ചിട്ട് ചേച്ചിയോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് മെറ്റീരിയൽസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെറുതെ ഒന്ന് നോക്കിയിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ചെന്നത് എം ഫാഷനിലാണ്. എൻ്റെ ദൈവമേ, ഓണം ഫുള്ള് എം ഫാഷൻ കൊണ്ടുപോയി. വേണ്ടേ, എല്ലാം കൊറിയർ അയക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. എന്ത് രസം അറിയോ, ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ എന്തെടുക്കണം ഏതെടുക്കണം, നമ്മളൊരു ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ കേട്ടോ. ഇഷ്ടം പോലെ ഇത് സ്റ്റിച്ചഡ് ഉണ്ട്, മെറ്റീരിയൽ മാത്രമുണ്ട്, റീറ്റെയിലും ഹോൾസെയിലും എല്ലാം ഉണ്ട് കേട്ടോ. എന്നെക്കാളും ധൃതിയിലാണ് ഋഷിക്കുട്ടൻ. എന്തെടുക്കണം ഏതെടുക്കണം നേരെ വെച്ച് മുകളിലോട്ട് വിട്ട്. അപ്പോഴാണ് ലൈനിങ് സെക്ഷൻ. അപ്പോൾ കുറച്ച് ലൈനിങ് എടുക്കാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നോക്കി നിന്നപ്പോൾ ഋഷിക്കുട്ടൻ, അങ്ങനെ ഇപ്പം അമ്മ ലൈനിങ് ഒന്നും എടുക്കണ്ട, മോളിവാ നേരെ വെച്ച് വിട്ടു. അപ്പോൾ ഋഷിക്കുട്ടനായിട്ട് ഓടിപ്പാഞ്ഞു പോവാട്ടോ. ഇഷ്ടം പോലെ മെറ്റീരിയൽ അവിടുത്തെ ചേച്ചിയും പറഞ്ഞു വെച്ചാൽ ഒന്നുമില്ല, ഇവിടെ ഓണ കളക്ഷനൊക്കെ കഴിഞ്ഞു, പിന്നെ എന്തായാലും വന്നല്ലേ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. ഓണം കളക്ഷൻ ഇത്തവണ ഓണം നേരത്തെയാന്ന് പറഞ്ഞിട്ട് വന്നത് മാത്രം അവർക്ക് അറിയാവൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം വന്ന പാടെ എല്ലാവരും കൊണ്ട് ഞങ്ങൾ കുറച്ച് സ്റ്റിച്ചിങ്ങിലാണ്. പിന്നെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ, നല്ല നല്ല മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നും വിചാരിക്കണം, നേരെ എം ഫാഷനിലോട്ട് വിട്ടു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പല ഷോപ്പിലും പല റേറ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കറങ്ങി നടന്ന ഒരുപാട് മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എടുത്താൽ മതി. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ ചിലത് കാണുമ്പോൾ അവിടെ സ്റ്റക്കായി പോകുമല്ലോ. കുറച്ച് നോക്കി നിന്ന് ഈ ക്ലോത്ത് കാണുമ്പോഴേ നമ്മൾ സ്റ്റക്കാണ് അവിടെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ലോകത്തെത്തിയ ഫീലാട്ടോ. ഏതെടുക്കണം എന്തെടുക്കണം, ഒന്നെടുക്കുമ്പോൾ അത് വേണോ ഇത് വേണം, നമ്മൾ കൺഫ്യൂഷനാണ് കേട്ടോ. സത്യം നമ്മളൊരു വല്ലാത്തൊരവസ്ഥയില്ല. അപ്പം ചേച്ചി പറഞ്ഞ് ഇവിടെ ഓണത്തിന് എല്ലാം കഴിഞ്ഞു മോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ എന്തായാലും വന്നല്ലേ ഒന്നുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പിന്നെ അവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നോവൽറ്റി പോയിട്ടോ. നോവൽറ്റി ചെന്നിട്ട് കഥ ഇത് തന്നെയാണ്. എല്ലായിടവും ഓണം തൂത്തുവാരി കൊണ്ടുപോയി. ഞങ്ങൾക്ക് എന്തായാലും സ്റ്റിച്ചിങ്ങിലാണ് കുറച്ച്. അപ്പം നമ്മുടെ സംഭവങ്ങളൊന്നും കിട്ടിയില്ല, എന്നാലും എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞ അവിടെ നിന്ന് കണ്ടില്ല ഒരു ബ്ലാക്കിൽ സത്യം നല്ല കോട്ട് സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ പാകത്തിനുള്ള കണ്ടപ്പോൾ തന്നെ ഒന്ന് അവിടെ നിന്നുപോയി കേട്ടോ. പിന്നെ കുറേ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ട് കണ്ട. അവിടെ ഇവിടെ ഇട്ടേക്കുന്നതെന്ന് വിചാരിക്കേണ്ട, പല റേറ്റ്, നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഒക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യണം. പക്ഷെ നമ്മുടെ സാധനം അവിടെ കിട്ടില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പരാഗിൽ വിട്ടു. ചെന്നതേ ഉള്ളൂ, സന്തോഷം നടക്കുക, നമ്മൾക്ക് പറ്റിയ സാധനങ്ങളെല്ലാം കിട്ടി. അവിടുത്തെ ബായിയായിട്ടാണെങ്കിൽ ഋഷിക്കുട്ട ഒരേ കമ്പനിയാണ് വന്ന്, നല്ല കമ്പനിയുണ്ട്, അവരവനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ സമാധാനത്തോടുകൂടി എല്ലാ മെറ്റീരിയൽസും ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കളറെന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ, കളക്ഷൻസ് എല്ലാം ഉണ്ട്. ഓണത്തിന് പറ്റിയ മെറ്റീരിയൽസ് മാത്രമല്ല, എല്ലാ ടൈപ്പ് ഫാബ്രിക് ഇവിടെ ഉണ്ട്. ഇവിടെ ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിലും ഉണ്ട്. പക്ഷെ അത് തമ്മിലുള്ള റേറ്റ് കുറേ മാറ്റം ഉണ്ടാവും. ഋഷിക്കൂട്ട് അതായിട്ട് ഒരേ തകൃതിയായിട്ട് കളിയാണ്. പക്ഷേ അവൻ്റെ ശല്യം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടി നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാലോ കളക്ഷൻസ് ഏതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമായി നിങ്ങൾക്ക് വന്നെടുക്കാം. പിന്നെ നേരെ ബില്ലിങ്ങിലോട്ടൊക്കെ അങ്ങ് പോയി. അപ്പോഴും വീണ്ടും വേറെ കണ്ട് ഞാൻ വീണ്ടും അവിടെ സ്റ്റക്കായി. സത്യം പറയൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിൽക്കും കേട്ടോ. സമയം പോണതേ അറിയില്ല. എവിടെ ചെന്നാലും അയ്യോ ഇതൊക്കെ എടുത്തോണ്ട് ഓടിയാലോ എന്ന് തോന്നുന്നു കേട്ടോ. ഞാനും നമ്മൾ പറഞ്ഞ ശരിയായിരുന്നു, എന്ത് കളക്ഷൻസാണ് ഇവിടെ. നിങ്ങൾ മറക്കണ്ട, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈന്നറിയാം. നിങ്ങൾ ഒന്നെടുക്കാൻ വന്ന് നിങ്ങൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് എല്ലാം കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഓണത്തിനുള്ള സംഭവങ്ങളെല്ലാം ഏകദേശം കിട്ടി. കണ്ടോ ഈ ക്രീം കളറൊക്കെ, സത്യം
അയ്യോ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഇതാട്ടോ, ഇതെല്ലാം കൊണ്ടുപോയാലോ എന്നൊരു തോന്നല. പിന്നെ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പല ഐറ്റം ഒരുപാട് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഉള്ളത്, ലേസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ഡ്രസ്സിന് പറ്റിയ ലേസ് ആയാലും പറ്റിയ ബീഡ്സ് എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഒരു ഷോപ്പിൽ കയറിയാൽ തന്നെ നമുക്ക് എല്ലാം എടുക്കാം. പല പല ഷോപ്പിൽ കയറി ഇറങ്ങണ്ട, പരാഗിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ ബീഡ്സ് ആയിക്കോട്ടെ, ലേസ് ആയിക്കോട്ടെ, പിന്നെ ഹാങ്ങിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഹാങ്ങിങ്. ഇത് ലേസിൻ്റെ സെക്ഷൻ ആട്ടോ. ഇഷ്ടം പോലെ പല പല കളറിൽ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഇത് സെലക്ട് ചെയ്യണം. ഹാങ്ങിങ് ഉണ്ട്, എന്ത് രസമാണ് ഹാങ്ങിങ് കാണാൻ. സത്യം പറഞ്ഞാൽ അത് കണ്ട കമ്മലെന്നൊക്കെ തോന്നും കേട്ടോ. അത് ഇഷ്ടം പോലെ ലേസ് ഉണ്ട്. ലേസ് മാത്രമല്ല, ബീഡ്സ് ഉണ്ട്, കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരാഗിൽ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ, എന്ത് ഭംഗിയായിട്ടോ, ഒരു പേള് വെച്ചിട്ടുള്ളൊരു നെറ്റിൻ്റെ മെറ്റീരിയലാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രൂമിനൊക്കെ പറ്റിയ സൂപ്പറാണ്. അത് മാത്രമല്ല ഇഷ്ടം പോലെ ഐറ്റംസ് അവിടെ ഉണ്ട്. പല പല രീതിയിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് കേട്ടോ. മടിക്കട്ടാതെ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ എല്ലാം അടുക്കി പെറുക്കെ ചെക്ക് ചെയ്ത് അങ്ങ് ഞാനും മോനൊക്കെ ക്ഷീണിച്ച് അതേ ഒരു ബായി പോവാ. ഞാനും എൻ്റെ മോനും കൂടെ ഓടുക, നെക്കി ബായി ഞങ്ങളിവിടെ വരട്ടെ. ഭയങ്കര കമ്പനി കേട്ടോ അവരൊക്കെ ആയിട്ട്. അപ്പം മറക്കണ്ട, നദാങ്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ ബൈ.